ഓരോ സിനിമകളുടെയും ബോക്സ് ഓഫീസ് കണക്കുകൾ സിനിമാ ലോകം മാത്രമല്ല പ്രേക്ഷകരും ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാന താരങ്ങൾ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രങ്ങളാകുമ്പോൾ നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ കൂടാതെ ബോക്സ് ഓഫീസ് ട്രാക്കർമാരും ഇത്തരം കണക്കുകൾ പുറത്തുവിടാറുണ്ട്. ഇതു തമ്മിൽ വലിയ അന്തരമുണ്ടാകുന്ന പക്ഷം അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും പതിവാണ്. ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് തന്നെ. നാഗചൈതന്യെ നായകനാക്കി ചന്തു മൊണ്ടേരി സംവിധാനം ചെയ്ത തണ്ടേൽ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നത്. നാഗചൈതന്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമെന്ന രീതിയിൽ വലിയ പ്രീ റിലീസ് ഹൈപ്പോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. പ്രേക്ഷക പ്രീതി നേടുന്നതിൽ വിജയിച്ച ചിത്രം ഭേദപ്പെട്ട കളക്ഷനും നേടിയിരുന്നു. നിർമ്മാതാക്കൾ പറഞ്ഞത് പ്രകാരം ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. അതേസമയം പ്രമുഖ ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം ചിത്രം ഇതുവരെ 90 കോടി കടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഒരു വേദിയിൽ അടുത്തിടെ ചിത്രത്തിന്റെ നിർമ്മാതാവിന് നേരെ തന്നെ ഇതു സംബന്ധിച്ച ചോദ്യം ഉയർന്നിരുന്നു. സമീപകാലത്ത് വൻ വിജയം നേടിയ ബോളിവുഡ് ചിത്രം ഛാവയുടെ തെലുങ്ക് റിലീസ് ഈ വാരമാണ്. തണ്ടേൽ നിർമ്മാതാക്കളായ ഗീത ആർട്സാണ് ഛാവയുടെ തെലുങ്ക് റിലീസ് നടത്തുന്നത്. പ്രമോഷണൽ വേദിയിലാണ് ഗീത ആർട്സിന്റെ ബണ്ണി വസുവിനെ തേടി തണ്ടേൽ കളക്ഷൻ സംബന്ധിച്ച വിമർശനം ഉയർന്നത്. ഇതിന് തമാശ രൂപേണയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചോദ്യം ചോദിച്ചയാൾ ആദായ നികുതി അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ യഥാർത്ഥ കളക്ഷൻ കണക്കുകൾ താൻ പറയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആളുകൾക്ക് പലതും പറയാമെങ്കിലും സത്യം സത്യമായി നിൽക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ചിത്രത്തിന്റെ OTT റിലീസ് ഈ വാരാന്ത്യത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.